torque on an electric dipole in a uniform electric field. Torque on an electric dipole in a uniform electric field. In a uniform electric field. A uniform electric field. Torque on an electric dipole in a uniform electric field. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസ് റൊട്ടേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഫോഴ്സാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ദ ഡിസ്റ്റൻസ് ടു എ. അതിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ഇൻ ഓൾ പാർട്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇൻറ്റൻസിറ്റി എല്ലാം സെയിം ആയിരിക്കുന്ന അവസ്ഥയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് കൺസിഡർ ചെയ്യാം ആദ്യം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഈ ലൈൻ ഓഫ് ഫോഴ്സ് എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ പാരലലായിരിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് കൺസിഡർ ചെയ്യണം? ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യണം. ദിസ് ഈസ് ഇലക്ട്രിക് ഡൈപോൾ. ഇത് ഇലക്ട്രിക് ഡൈപോളിൻ്റെ മൈനസ് ചാർജാണ് ദിസ് മൈനസ് ക്യൂ. ഇതെന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെൻറ്ററാണ് ഒ. ദിസ് ഡിസ്റ്റൻസ് ഈസ് എ, ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ എ. Two equal and opposite charges separated by a small distance, that is electric dipole. ഈ ഇലക്ട്രിക് ഡൈപോളിൽ രണ്ട് ചാർജസ് ഉണ്ട്, പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും. ഈ പ്ലസ് ക്യൂ ഈ ഇലക്ട്രിക് ഡൈപോൾ ഇരിക്കുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്ന വെക്റ്റർ ഇ. ഇവിടെ പ്ലസ് ക്യൂ ചാർജ് കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പ്ലസ് ക്യൂ ചാർജ് ആകുമ്പോൾ വെളിയിലേക്കാണ് ആണല്ലോ. അപ്പം എലോങ് ദിസ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനേഷൻ പഠിച്ച സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടെസ്റ്റ് ചാർജ് ക്യൂ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. ദെയർഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ. അങ്ങനെയാണെങ്കിൽ എഫിനെ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു വെക്റ്റർ ഇ ഇൻറ്റു ക്യൂ. സിംപ്ലി എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ അളവാണ് ക്യൂ ഇൻറ്റു ഇ. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് കാരണം ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ് ഓൾസോ ക്യൂ ഇ. ദിസ് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. മൈനസ് ക്യൂ ചാർജാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അതാണ് ക്യൂ ഇ. ഇങ്ങനെ നമുക്ക് രണ്ട് ഫോഴ്സ് കിട്ടി, ക്യൂ ഇയും ക്യൂ ഇയും. അങ്ങനെയാണെങ്കിൽ ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇലക്ട്രിക് ഡൈപോളിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് മീൻസ് ട്രാൻസ്ലേറ്ററി ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് ഈസ് എഫ് നെറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് നെറ്റ് ഇത് ക്യൂ ഇ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലും ഈ ക്യൂ ഇ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെയർഫോർ നെറ്റ് ഫോഴ്സ് ഈസ് ക്യൂ ഇ minus QE equal to 0. That means this electric dipole in എന്തിലാണെന്ന് നമുക്ക് പറയാം? ട്രാൻസ്ലേഷൻ ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ട്രാൻസ്ലേഷൻ ഈക്വിലിബ്രിയം ഇതെന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ക്യൂ ഇ. ഇതാണ് മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ക്യൂ ഇ. ഈ രണ്ട് ഫോഴ്സസും ഏതാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാകുമ്പം നെറ്റ് ട്രാൻസ്ലേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നെറ്റ് ഫോഴ്സ് 0 ആണ്. എഫ് നെറ്റ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദിസ് ഡൈപോൾ ഈസ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ട്രാൻസ്ലേഷൻ ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. This F net is 0 is always
ഓൾവേസ് എന്ന് പറയാൻ കാരണം എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പം എപ്പോഴും ഓപ്ഷൻസിൻ്റെ അകത്ത് കാണുന്നതാണ് എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 0 ഓൾവേസ്, എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു 0 മേ ഓർ മേ നോട്ട് ബി 0, ടോ നെറ്റ് ഈക്വൽ ടോ നെറ്റ്, ടോർക്ക് നെറ്റ്, നെറ്റ് ടോർക്ക് ഈക്വൽ ടു 0, നെറ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു 0 ഓൾവേസ്, നെറ്റ് ടോർക്ക് ഈക്വൽ ടു മേ ഓർ മേ നോട്ട് ബി 0. ഇങ്ങനെ പറഞ്ഞ ഓപ്ഷൻസ് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത് എഫ് നെറ്റ് ഈക്വൽ ടു 0 ഓൾവേസ്. ഇനി ഇവിടെ 2 ഫോഴ്സസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 2 ഫോഴ്സസാണ്, ഈ 2 ഫോഴ്സസാണ് ക്യു ഇയും ഇ ക്യു ഇ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് എഫ് നെറ്റ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഈ എഫ് നെറ്റ് എന്ന് പറയുന്ന നെറ്റ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ 0 ഓക്കെയാണ്. ഇനി ഈ ക്യു ഇ, ഈ ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ ഡയറക്ഷനിലും ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഈ ഡയറക്ഷനിലുമാണ്. അതായത് ഈ 2 ഫോഴ്സസും സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ അല്ല. അതിനർത്ഥം ഇതെന്ന് പറയുന്നത് ഒരു ക്യു ഇ ഫോഴ്സാണ്. ഈ ഫോഴ്സ് ഇതേ ഡയറക്ഷനിലും അതേ സെയിം ഫോഴ്സ് തന്നെ ഇതേ ഡയറക്ഷനിലും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതായത് ഈ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്. അണ്ടർസ്റ്റുഡ്? ലൈൻ ഓഫ് ആക്ഷൻ, ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്. ഇത് രണ്ടും ഒരേ ലൈനിലാണ് എങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ക്യു ഇയും ഇങ്ങോട്ടുള്ള ഓപ്പോസിറ്റ് ഫോഴ്സ് ഇത്രയും ഭാഗം ഇങ്ങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ ക്യു ഇ. അതായത് ഈ ക്യു ഇയും ഈ ക്യു ഇയും സെയിം ലൈനിലല്ല, സെയിം ലൈൻ ഓഫ് ആക്ഷനിലല്ല. അതുകൊണ്ട് സെയിം ലൈൻ ഓഫ് ആക്ഷനിലല്ലാതായതുകൊണ്ട് എന്തു ചെയ്യും, ഈ സെൻറ്റർ ഓഫ് മാസ് ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതാണ്, ഇത് റൊട്ടേറ്റ് ചെയ്യും. എന്നോട് പറയാം, ഇങ്ങനെ ഞാൻ നമുക്ക് 2 ഫോഴ്സസ് ഉണ്ട് ക്യു ഇ. ഇതെന്ന് പറയുന്നത് ഒരു ക്യു ഇ ആണ്, ഇതെന്ന് പറയുന്നത് ക്യു ആണ്. അതായത് ഈ 2 എണ്ണമാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ ക്യു ഇയും സെയിം ലൈൻ ഓഫ് ആക്ഷൻ, സെയിം ലൈനിലായിരുന്നു എങ്കിൽ എനിക്ക് എഫ് നെറ്റ് 0 ആണ്, ടോർക്ക് നെറ്റും 0 ആണ്. ടോർക്കും 0 ആയിരിക്കും, എഫ് നെറ്റ് 0 ആണ്. അതിൻ്റെ അർത്ഥം ഇത് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. നേരെ മറിച്ച് ഇവിടെ നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഒരു ഫോഴ്സ് ഇതേ ഡയറക്ഷനിലും അനദർ ഫോഴ്സ് ഇതേ ഡയറക്ഷനിലുമാണ്. പക്ഷേ എന്താണ്, ഈ 2 ഫോഴ്സും ഓപ്പോസിറ്റാണ്, പക്ഷേ സെയിം ലൈൻ ഓഫ് ആക്ഷനിലല്ല. ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പം ഈ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പം എന്ത് പറ്റും, ഈ ഡൈപോൾ, ഇതെന്ന് പറയുന്ന ഡൈപോളാണ്, ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്, ഇതാണ് സെൻറ്റർ ഓഫ് മാസിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും, ടോർക്ക് ഉണ്ടാകും ആണല്ലോ. ആ ടോർക്ക് എന്ന് പറയുന്നതാണ് എന്ത്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്ക്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ടാണ് ടോർക്ക് ഉണ്ടായത്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് എന്താണ്, സെയിം ലൈൻ ഓഫ് ആക്ഷനിലല്ല ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 2 ഫോഴ്സസ്, 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിച്ച് ഡു നോട്ട് ആക്ട് ഇൻ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. അതുകൊണ്ട് ഈ ഡൈപോള് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഡൈപോള് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാകും, ടോർക്ക് ഉണ്ടാകും. അണ്ടർസ്റ്റുഡ്? അതായത് ടു ഈക്വൽ ആൻഡ് opposite forces, two equal and opposite forces which do not have same line of action, same line of action ആണ് important. Two equal and opposite forces which do not have same line of action. ഈ 2 ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഫോഴ്സസിന് സെയിം ലൈൻ ഓഫ് ആക്ഷൻ അല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, റൊട്ടേറ്റ് about center of mass.
റൊട്ടേറ്റ് എബൌട്ട് സെൻറ്റർ ഓഫ് മാസ്. അങ്ങനെ റൊട്ടേറ്റ് സെൻറ്റർ ഓഫ് മാസിന് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? ടോർക്ക് ഉണ്ടാകും. ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടെത്തണം. എങ്ങനെയാണ് ഡയറക്ഷൻ? ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷനും ഫോഴ്സിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ്. ഇനി അത് നമ്മൾക്ക് കണ്ടെത്തണം. ഈ പെർപെൻഡിക്കുലർ, ഇനി നമുക്ക് ഫോഴ്സ് അറിയാം. ഫോഴ്സ് എന്ന് പറയുന്നത് QE ആണ്. അപ്പോൾ ഈ ഫോഴ്സ് അറിയാമെങ്കിൽ ഇനി എന്ത് കണ്ടെത്തണം? നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്തണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഈ സെൻറ്റർ കണ്ടല്ലോ, ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ മുകളിലേക്കൊരു പെർപെൻഡിക്കുലർ, മുകളിലേക്ക് നിങ്ങൾ വിചാരിക്കുക, ഈ 0 എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ എന്താണോ അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതിനെ ഞാൻ മുകളിലോട്ട് വരച്ചാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനും ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് എന്ത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ദിസ് ആംഗിൾ ഈസ് θ. അങ്ങനെയാകുമ്പം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? A sin θ. അതേപോലെ തന്നെ ഈ -Q കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് QE. അവിടെ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ഇതേ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദിസ് ആംഗിൾ ഈസ് θ. ഇങ്ങനെയാകുമ്പം ഈ ഡിസ്റ്റൻസാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് A sin θ. ഈ A sin θ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ദിസ് ഇലക്ട്രിക് ഫീൽഡും ഈ ഡൈപോളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇവിടെ വരുന്ന ആംഗിളാണ് θ. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷനിലാണ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക്, ഈ സെൻറ്ററിൽ നിന്ന് ഞാൻ മുകളിലേക്ക് നേരെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ എന്താണോ ഇതിവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുക, സെൻറ്ററിൽ ഞാനൊരു പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് ഒരെണ്ണം വരച്ചാൽ എന്താണോ അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആക്സിസ് ഓഫ് റൊട്ടേഷൻ മുകളിലേക്ക് നമുക്ക് വരയ്ക്കാൻ 3D ആയിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഇതെന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആണ്. ദിസ് ഈസ് θ. അങ്ങനെയാകുമ്പം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? റിസോൾവിങ് കമ്പോണൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ A sin θ. ഇതിൻ്റെ അന്ന് sin θ കണ്ടുപിടിച്ചാൽ A sin θ. അതേപോലെ തന്നെ ഇവിടെ ഈ നെഗറ്റീവ് ഫോഴ്സ് കാരണം, ഈ -Q ചാർജ് കാരണം ഉണ്ടാകുന്ന ഇവിടെയാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് A sin θ. അതായത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ കാരണം ഉണ്ടാകുന്നുണ്ട്. അവിടെ നെറ്റ് ട്രാൻസ്ലേറ്ററി ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് സെയിം ലൈൻ ഓഫ് ഫോഴ്സിലല്ല, സെയിം ലൈൻ ഓഫ് ആക്ഷനിലല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഇലക്ട്രിക് ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ വാല്യൂ ആണ് QE. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ O എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് ഡൈപോളിൽ നിന്ന് മുകളിലേക്കൊരു ലൈൻ വരച്ചാൽ, പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചാൽ എന്താണ്? 3Dയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കുക, ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ വരച്ചാൽ, പെർപെൻഡിക്കുലർ അല്ല നോർമൽ ആയിട്ട് വരച്ചാൽ എന്താണോ അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ആ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഞാൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു. ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷനും ഈ ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോഴ്സും ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. അതാണ് A sin θ. ഇനി നമുക്ക് ടോർക്ക് എത്രമാത്രം വരുമെന്ന് നോക്കാം. നമുക്കറിയാം ടോർക്ക് ഈക്വൽ ടു ടോർക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടോ എന്ന് പറയുന്ന സിമ്പിളാണ്. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്.
ടോർക്ക് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇതേ ഡയറക്ഷൻ. ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന രണ്ട് ഫോഴ്സ് കാരണം ഡൈപോൾ ഉണ്ടാകും, ടോർക്ക് ഉണ്ടാകും. ദിസ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് ടോ1ഉം ഈ ഫോഴ്സ് ഈ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള QE കാരണം ഉണ്ടാകുന്ന ടോർക്ക് ആണ് ടോർക്ക് 2. Therefore total torque ടോ ഈക്വൽ ടു ടോ1 പ്ലസ് ടോ2. ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്ററാണ്. ടോർക്ക് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് പറയുന്നത് Q ഇൻറ്റു ഇ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് എ സൈൻ തീറ്റ. എ സൈൻ തീറ്റ പ്ലസ് ഇവിടെ ടോർക്ക് 2 എന്ന് പറയുന്നത് QE എ സൈൻ തീറ്റ. QE ഇൻറ്റു എ സൈൻ തീറ്റ. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 2QE എ സൈൻ തീറ്റ. That is equal to Q into 2A into E sin theta equal to, that is torque equal to Q into 2A. Q into 2A എന്താണ്? Q into 2A, one of the charge into distance between two charges, that is equal to the dipole moment P. One of the charge into distance between two charges equal to dipole moment P. അപ്പോൾ Q into 2A എന്ന് പറയുന്നത് PE sin theta. നമുക്കറിയാം AB sin theta എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? AB sin theta ഈക്വൽ ടു A ക്രോസ് B ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ടോർക്കിനെ എങ്ങനെ എഴുതാം? ടോർക്ക് ഈക്വൽ ടു torque equal to P cross E. Torque equal to P cross E. This is the torque acting on the electric dipole in a uniform electric field. ഇതാണ് torque acting on the ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടോ ഈക്വൽ ടു PE സൈൻ തീറ്റയും വെക്റ്റർ എന്ന് പറയുന്നത് ടോർക്ക് ഈക്വൽ ടു P ക്രോസ് E. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും? Pയുടെയും Eയുടെയും ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കും ടോയുടെ ഡയറക്ഷൻ. അതായത് the direction of torque is perpendicular to the plane containing P cross E. അതായത് ഇത് സപ്പോസ് E എന്ന് വിചാരിക്കുക, ഇത് സപ്പോസ് P, ഇങ്ങനെയാണല്ലോ ഇതിൽ വരച്ചിരിക്കുന്നത്. ഇത് E, ഇത് P, ഇതാണ് P. അതായത് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന ഡയറക്ഷൻ മൈനസ് ചാർജിൽ നിന്ന് പ്ലസ് ചാർജിലേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. അപ്പം ഇത് ഡയറക്ഷൻ ഓഫ് P, ഇത് ഡയറക്ഷൻ ഓഫ് E. ഇത് രണ്ടും ഒരു പ്ലെയിനിൽ, ഇത് XY ആക്സിസിലാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഒരു പ്ലെയിനിൽ നടക്കുകയാണ്, XY പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. ഇതിന് പെർപെൻഡിക്കുലർ, ഈ രണ്ടെണ്ണത്തിനും Eക്കും Pക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ? ടോയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഡയറക്ഷൻ. അതാണ് ദ ഡയറക്ഷൻ ഓഫ് ടോർക്ക് ഈസ് perpendicular to the plane containing P and E. The direction of torque is perpendicular to the plane containing P and E. അതായത് ഡൈപോൾ മൊമെൻറ്റും Eയും ഉൾക്കൊള്ളുന്ന പ്ലെയിൻ ഉണ്ടല്ലോ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ XY അല്ല YZ XZ ഇങ്ങനെ പറയുന്നതാണ്, 2Dയിൽ പറയുന്നതാണ് പ്ലെയിൻ. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ടോർക്കിൻ്റെ ഡയറക്ഷൻ. ദ വാല്യൂ ഓഫ് ടോർക്ക് ഈസ് P ക്രോസ് E. ഇതിനെ എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആവശ്യമുള്ളതാണ്, പ്രോബ്ലത്തിന് ആവശ്യമുള്ളതാണ്. ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ. ഇനി അടുത്തൊരു കാര്യം, ഈ ടോർക്ക് മാക്സിമം ആകുന്നത് എപ്പോഴാണ്, മിനിമം ആകുന്നത് എപ്പോഴാണ്? ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. മാക്സിമം ആകുന്നത് എപ്പോഴാണ്, മിനിമം ആകുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഇനി ആദ്യം നമ്മൾ പഠിക്കുന്നത് when this torque is
മാക്സിമം. എപ്പോഴാണ് ഈ ടോർക്ക് മാക്സിമം ആകുന്നത്? നമുക്കറിയാം ടോർക്കിൻ്റെ വാല്യൂ എന്താണ്? ടോർക്ക് ഈക്വൽ ടു പി ക്രോസ് ഇ. ടോർക്ക് ഈക്വൽ ടു പി ക്രോസ് ഇ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ടോർക്ക് മാക്സിമം ആകുന്ന എപ്പോഴായിരിക്കും? സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം ആകുമ്പോൾ. ടോർക്ക് മാക്സിമം ആകുന്നത് സൈൻ തീറ്റ മാക്സിമം ആകുമ്പോഴാണ്. സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻ തീറ്റ ഈസ് മാക്സിമം വെൻ സൈൻ തീറ്റ ഈക്വൽ ടു +or-1 ആണ്. അത് ഏതൊക്കെ ആംഗിളിലായിരിക്കും? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലും ആയിരിക്കും. +1ഉം -1ഉം എന്താണ്? സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂസ് +or-1 ആണല്ലോ. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒന്ന് മൈനസിൽ നെഗറ്റീവിൽ മാക്സിമം വാല്യൂ, അല്ലെങ്കിൽ നെഗറ്റീവിൽ വരുമ്പോൾ നമ്മുടെ -1 ആകുമ്പം സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് +or-1 ആണ്. അങ്ങനെ ആകുമ്പോൾ ഏതൊക്കെ ആംഗിളാണ്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയിലും മാക്സിമമാണ്, തീറ്റ ഈക്വൽ ടു 270 ഡിഗ്രിയിലും മാക്സിമമാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നേ ഉള്ളൂ. ഇനി അത് കണ്ടെത്താൻ വേണ്ടി, നമ്മളത് പറയാൻ വേണ്ടി ഒരു ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുകയാണ്. കണ്ടുപിടിക്കുകയല്ല, വരയ്ക്കുകയാണ്. ഇതാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഡയറക്ഷൻ ഇതാണ്. അതായത് ടോർക്ക് എന്ന് പറയുന്നത് മാക്സിമം ആണ്. സൈൻ തീറ്റയുടെ വാല്യൂ +or-1 ആണ്. സൈൻ തീറ്റയുടെ വാല്യൂ +1 ആകുന്നത് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് മീൻസ് എങ്ങനെ എഴുതണം? ചാർജസ് എങ്ങനെയായിരിക്കണം? ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇത് +q, ഇത് -q. അതായത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇതെന്ന് പറയുന്ന സെൻറ്ററാണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് എ. അപ്പം മാക്സിമം വാല്യൂ എന്ത് കിട്ടും? ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ 90 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്ക് ഈക്വൽ ടു പി ഇ. റൈറ്റ്. അതേപോലെ തന്നെ ടോർക്ക് ഇതെന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഡൈപോളാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇതേ ഡയറക്ഷനിലാണ്. അതായത് ടോർക്കിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജാണ്. അപ്പം നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് മീൻസ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനുമായിട്ട് നോക്കുമ്പോൾ എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ് മീൻസ് 90 ഡിഗ്രിയാണ്. ദെയർഫോർ ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എന്താണ്? പി ഇ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ വരുമ്പം എന്തായിരിക്കും? ടോർക്കിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം വരണമെങ്കിൽ എന്ത് ചെയ്യണം? 270 ഡിഗ്രിയിലായിരിക്കണം. 270 ഡിഗ്രി മീൻസ് ഇങ്ങനെ ഒരു ഡൈപോൾ വെച്ചു. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. റൈറ്റ്, പോസിറ്റീവ്. അങ്ങനെയാകുമ്പം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആംഗിൾ എത്ര വരും? ആംഗിൾ ഈസ് ഇത്രയും വരും. ആംഗിൾ ഇത്രയും വരുമ്പം 270 ഡിഗ്രി. 270 ഡിഗ്രി ആകുമ്പോഴത്തേക്കും ടോർക്കിൻ്റെ വാല്യൂ എത്രയും? -p. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എത്ര വരും? -p. -p ആകുമ്പോഴത്തേക്കും ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡും ഈ ഡൈപോളും എന്താണ്? പെർപെൻഡിക്കുലറാണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് വരും. ഈ ആദ്യത്തേതായിട്ട് കമ്പയർ ചെയ്യുമ്പം പിയും ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റും ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്ന് 90 ഡിഗ്രിയും 270 ഡിഗ്രി. അപ്പം പെർപെൻഡിക്കുലറാണ്, പക്ഷേ 90 ഡിഗ്രിയും 270 ഡിഗ്രിയാണ്. അപ്പം എന്തുവരും? ഒന്നിന് നമുക്ക് ടോർക്ക് ഈക്വൽ ടു മാക്സിമം വാല്യൂ പിയും, ഒന്നെന്ന് പറയുന്നത് -പിയും കിട്ടും. അണ്ടർസ്റ്റുഡ്? ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയിൽ ടോർക്ക് ഈക്വൽ ടു പി ഇ. ഇനി അടുത്തത് വെൻ ദിസ് ടോർക്ക് ഈസ് മിനിമം അല്ലെങ്കിൽ 0 ആകുന്ന എപ്പോഴാണെന്നുള്ളതാണ് പഠിക്കുന്നത്. അടുത്തത് വെൻ ഈസ് ദിസ് ടോർക്ക് ഈസ് മിനിമം. വെൻ ഈസ് ദിസ് ടോർക്ക് മിനിമം ഓർ 0. മിനിമം മീൻസ് 0. മിനിമം ഓർ 0. എപ്പോഴാണ് ഈ ടോർക്ക് മിനിമം അല്ലെങ്കിൽ 0 ആകുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതാണ് ടോർക്ക് എന്ന് പറയുന്നത് പി ഇ സൈൻ തീറ്റ ആണ്. തീറ്റയുടെ വാല്യൂ എന്താണ്? 0 ആകണം, അല്ലെങ്കിൽ 180 ഡിഗ്രി ആണ്.
റൈറ്റ്. 0 ആകുമ്പോഴും 180 ഡിഗ്രി ആകുമ്പം ടോർക്കിൻ്റെ വാല്യൂ എന്തായി മാറും? 0 ആയിട്ട് മാറും. പക്ഷേ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോക്കാം എന്തൊക്കെയാണെന്ന്. ഇതെന്ന് പറയുന്നത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഞാൻ ഒരു ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ് ചെയ്യുകയാണ്. ഇതെന്ന് പറയുന്നത് -q, ഇതെന്ന് പറയുന്നത് +q, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്റർ. ദിസ് ഡിസ്റ്റൻസ് ഈസ് എ, ദിസ് ഡിസ്റ്റൻസ് ഈസ് ഓൾസോ എ. ഇവിടെ ഇലക്ട്രിക് ഇനി ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ മൈനസ് ചാർജ് ടു പ്ലസ് ചാർജാണ്. ദാറ്റ് ഈസ് പി. ഇവിടെ പിയും ഇയും സെയിം ഡയറക്ഷനിലാണ് ആണല്ലോ. അപ്പം ഇവിടെ ഈ +q ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് QE. ഇവിടെ -q ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് QE ആണല്ലോ. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുമോ ഇല്ലയോ? ടോർക്ക് ഉണ്ടാകുമോ ഇല്ലയോ? എങ്ങനെയാണ് ആൻസർ? ടോർക്ക് ഉണ്ടാകില്ല. എന്താ കാര്യം? ഈ ഫോഴ്സ്, ഈ QE എന്ന് പറയുന്ന ഫോഴ്സും ഈ QE എന്ന് പറയുന്ന ഫോഴ്സും രണ്ടും സെയിം ഫോഴ്സാണ്. വിച്ച് ഈസ് ഇൻ ദ ആക്ട് ഇൻ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് ഈ 2 ഫോഴ്സസും ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടോർക്ക് ഉണ്ടാകില്ല. ടോർക്ക് ഉണ്ടാകാത്തതിന് കാരണം എന്താ? ഡൈപോൾ ക്യാനോട്ട് റൊട്ടേറ്റ്. ഡൈപോൾ ക്യാനോട്ട് റൊട്ടേറ്റ്. ഡൈപോൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യൂല. അതായത് ഈ ഒരു ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ സെയിം ഡയറക്ഷനിൽ വെച്ചിരിക്കുകയാണ്. സെയിം ഡയറക്ഷനിൽ വെച്ചിരിക്കുമ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും ഒരേ സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെയാകുമ്പം ബിറ്റ്വീൻ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെൻറ്റ് ആംഗിൾ ഈസ് 0. ആംഗിൾ 0 ആയിരിക്കും. അതുകൊണ്ട് ഇത് തമ്മിലുള്ള ടോർക്ക് എന്ന് പറയുന്ന 0 ആണ്. അത് ബൈ ഇക്വേഷനിൽ θ 0 ആണ്. ദെർഫോർ ടോർക്ക് 0. അണ്ടർസ്റ്റുഡ് ആണ്. ടോർക്ക് 0. പക്ഷേ ഇവിടെ നമ്മൾ തിയറിറ്റിക്കലി മനസ്സിലാക്കേണ്ടത് ഇവിടെ QE, ഈ Q കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ഈ QE. ഈ ഇവിടുത്തെ -q കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ഇവിടെയുള്ള ഫോഴ്സ്. ഈ 2 ഫോഴ്സസും ഈക്വൽ ഫോഴ്സസാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസാണ് വിച്ച് ആക്ട് ഇൻ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ. രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യില്ല. ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാത്തതുകൊണ്ട് ടോർക്കും ഉണ്ടാകില്ല. അണ്ടർസ്റ്റുഡ്? അപ്പം θ 0 ഡിഗ്രിയിൽ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ടോർക്കും ഇല്ല. ടോർക്ക് 0. ഇതിനെ നമ്മൾ പറയും, ഈ ടോർക്കിനെ അല്ലെങ്കിൽ ഈ ഡൈപോളിനെ നമ്മൾ പറയും, ഈ ഡൈപോൾ ഇരിക്കുന്നത് സ്റ്റേബിൾ, STABLE, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം. അതായത് ഈ ഡൈപോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. നമ്മൾ മുമ്പേ ആദ്യം പഠിച്ചപ്പം പറഞ്ഞിരുന്നു, ട്രാൻസ്ലേഷൻ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു, ആദ്യം പഠിച്ചത് F net = 0. ദാറ്റ് മീൻസ് ദിസ് ഡൈപോൾ ഈസ് ഇൻ ട്രാൻസ്ലേഷൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഈ ഡൈപോൾ എന്തിലാണ്? ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നു. ആ ഇക്വിലിബ്രിയത്തിന് ഞാനൊരു പേര് കൊടുത്തു, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് അടുത്തതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇനി അടുത്തത് τ 0 ആകുന്ന രണ്ടാമത്തെ കണ്ടീഷനാണ് θ 180 ഡിഗ്രി. അതും കൂടെ നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് E. ഇവിടെ ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്തു. ഇത് -q, ഇത് +q, ഇത് സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ദിസ് ഡിസ്റ്റൻസ് ഈസ് A, ദിസ് ഡിസ്റ്റൻസ് ഈസ് A. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് തെറ്റിപ്പോയി, ഇത് മാറ്റി വരയ്ക്കാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്.
ഇവിടെ ഇതെന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിലെ കൺസിഡറേഷൻ ആയിരുന്നു. ഇത് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. തീറ്റ ഈക്വൽ ടു ഇതെന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആണെങ്കിൽ ഇങ്ങനെ സെയിം വരയ്ക്കേണ്ട. 180 ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ ആണല്ലോ. ഇതെന്ന് പറയുന്നത് 0 ഡിഗ്രി, അങ്ങനെയാകുമ്പം മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും ഇതേ ഡയറക്ഷനിലാണ് ഞാൻ ആദ്യത്തെ ഫിഗറിൽ വരച്ചത്. 180 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ഞാൻ റൊട്ടേറ്റ് ചെയ്യണം, ഇത്രയും ഭാഗം റൊട്ടേറ്റ് ചെയ്യണം. ഇത്രയാണല്ലോ 180 ഡിഗ്രി. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്ലസ് ഇവിടെ വരും, മൈനസ് ഇവിടെ വരും. അങ്ങനെ വേണമായിരുന്നു വരയ്ക്കാൻ. ഇവിടെ പ്ലസ് ക്യൂവ്, ഇവിടെ മൈനസ് ക്യൂ. ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ ഡൈപോൾ. ദിസ് ഡിസ്റ്റൻസ് ഈസ് എ, ദിസ് ഡിസ്റ്റൻസ് ഈസ് എ. എത്ര അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി ഈ മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലാണ്, ക്യൂ ഇ. ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ ചാർജ് കാരണം ഇതുണ്ടല്ലോ, മൈനസ് ക്യൂ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ക്യൂ ഇ. അതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റാണ്. അതാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. മൈനസ് ക്യൂ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ക്യൂ ഇ. അതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇതെന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ക്യൂ ചാർജ്. അത് സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇത് ക്യൂ ഇ. ഇവിടെ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് എന്താണ്, സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ്. സെയിം ലൈൻ ഓഫ് ആക്ഷനിലാകുമ്പം എന്താണ്, ഡൈപോൾ കനോട്ട് റൊട്ടേറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഇതും ഇക്വിലിബ്രിയത്തിലാണ് ആണല്ലോ. ഇവിടെ ടോർക്ക് എന്ന് പറയുന്നതും 0 ആണ്. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത് സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ്. സെയിം ലൈൻ ഓഫ് ആക്ഷനിലാകുമ്പോഴത്തേക്കും ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യില്ല. ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാത്തോടത്തോളം കാലം ടോർക്കും ഉണ്ടാകില്ല. അപ്പം ടോർക്കിൻ്റെ വാല്യൂ 0 ആണ്. ഇങ്ങനെ രണ്ട് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിലും തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിലും ഡൈപോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. രണ്ട് ഡൈപോളും ഇക്വിലിബ്രിയത്തിലാണ്. പക്ഷേ ആദ്യം തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിലെ സ്റ്റേബിൾ ഇക്വിലിബ്രിയവും തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലും ആണ്. തീറ്റ ഈക്വൽ ടു 0യിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയവും തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. എന്തുകൊണ്ടെന്ന് നോക്കാം. ഈ തീറ്റ ഈക്വൽ ടു 0യിൽ ഇവിടെ ഒരു ഡൈപോൾ ഉണ്ടല്ലോ, മൈനസ് ക്യൂം പ്ലസ് ക്യൂം. ഇതിനെ ഞാൻ ആയിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യണം. അതായത് തീറ്റ ഒരു കുഞ്ഞ 0, ചെറിയ ഒരു തീറ്റ വാല്യൂ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അല്ലെങ്കിൽ ദിസ് ഡൈപോൾ ഈസ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. ഒരു ചെറുതായിട്ടൊന്ന് ഞാൻ മുമ്പോട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഡിസ്പ്ലേസ് ചെയ്യുമ്പം ഈ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ എന്ത് കാണിക്കുമെന്ന് ചോദിച്ചാൽ, ഡൈപോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എപ്പോഴും റിട്ടേൺ ചെയ്യാൻ നോക്കും. എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനെ അലൈൻ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പറയും തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ഡൈപോൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് ഈ ഡൈപോളിനെ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്, ഒരു ചെറിയ ഇതായിട്ട് മുമ്പോട്ട് മാറ്റുകയാണ്. മുമ്പോട്ട് മാറ്റുമ്പോഴത്തേക്കും അത് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ, അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ട്രൈ ചെയ്യുന്ന എങ്ങനെയാണ്, ഈ ഡൈപോളിനെ അതിൻ്റെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാനേ നോക്കുള്ളൂ, റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കില്ല. എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഡൈപോളിനെ എന്തുകൊണ്ടാണ്, കാരണം രണ്ടും സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞാലും തീറ്റ ഈക്വൽ ടു ഒരു 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ ഇത്രയും ഒരു ചെറിയ ഒരളവിൽ സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇലക്ട്രിക് ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ സെയിം ഡയറക്ഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിൽ ഇലക്ട്രിക് ഡൈപോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പം ടോർക്കിൻ്റെ വാല്യൂ 0 ആണ്. ഡൈപോളിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല. റൊട്ടേറ്റ് ചെയ്യാൻ കഴിയാത്തോടത്തോളം കാലം അതിൽ ടോർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആ ഡൈപോളിനെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. ഇനി ഒന്നോടെ പറയാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിൽ. ഓൾറെഡി ഇക്വിലിബ്രിയത്തിലാണ്. അതിനെ ഒന്നോടെ നമ്മൾ കൺഫേം ചെയ്ത് പറയുകയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആകാനുള്ള കാരണം ഈ ഡൈപോളിനെ ഒന്ന് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്താലും എന്ത് ചെയ്യും, ആ ഡൈപോള്
ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ വന്ന് നിൽക്കാൻ, സെയിം ഡയറക്ഷനിൽ വന്ന് നിന്ന് ടോർക്ക് ഈക്വൽ ടു 0 ആക്കി കാണിക്കാൻ, അല്ലെങ്കിൽ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാത്ത അവസ്ഥ, സെയിം ലൈൻ ഓഫ് ആക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അവസ്ഥ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് ഡൈപോൾ വരും. അതിന് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് ട്രൈസ് ടു അലൈൻ ദ ഡൈപോൾ എലോങ് ഇറ്റ്സ് ഓൺ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിനെ എപ്പോഴും അതിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടി ഈ ഇലക്ട്രിക് ഡൈപോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെ നമുക്ക് പറയാം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയാം. ഇനി അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിൽ ഇതിനെ ഞാൻ സ്ലൈറ്റായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ആണല്ലോ. അൺസ്റ്റേബിളിനെ കുറിച്ച് ഇപ്പം തിങ്ക് ചെയ്യേണ്ട, ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയം മീൻസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു ആണല്ലോ. ഇവിടെ പിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇതേ ഡയറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ ആകാൻ വേണ്ടി ഇലക്ട്രിക് ഡൈപോൾ ഈ പിയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ ആകാൻ വേണ്ടി ഈ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? സ്ലൈറ്റായിട്ട് നമ്മളൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഈ ഇലക്ട്രിക് ഡൈപോളിനെ ഇങ്ങനെ തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിലിരിക്കുന്ന സമയത്ത് ഈ ഡൈപോളിനെ ഞാനൊന്ന് ചെറുതായിട്ട് ഡിസ്പ്ലേസ് ചെയ്താൽ എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇത് നേരെ തിരിഞ്ഞ് ഇതേ ഡയറക്ഷനിൽ വന്നിരിക്കും. -q ടു +q ഡയറക്ഷനിൽ വന്ന് പിയുടെ ഡയറക്ഷൻ ഇതേ ഡയറക്ഷനിലാവും. അതുകൊണ്ടാണ് നമ്മളതിനെ പറയുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഇതിനെ ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്താൽ അതെന്തായിട്ട് മാറും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരും. ഇതേ അവസ്ഥയിലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ടാണ് ഈ ഇക്വിലിബ്രിയം കണ്ടീഷനെ നമ്മൾ പറയുന്നത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിൽ ഇലക്ട്രിക് ഫീൽഡും ഈ ഡൈപോളും സെയിം ഡയറക്ഷനിലാണ് ആണല്ലോ. ഇയും പിയും സെയിം ഡയറക്ഷനിലാണ്. അങ്ങനെ സെയിം ഡയറക്ഷനിലിരിക്കുമ്പം സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അതുകൊണ്ട് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യില്ല. ടോർക്ക് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ ഡൈപോൾ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാൻ കാരണം ഈ ഡൈപോളിനെ ഞാനൊന്ന് ചെറുതായിട്ട് സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്താലും ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ വന്ന് നിൽക്കാനുള്ള ടെൻഡൻസി ഈ ഡൈപോൾ കാണിച്ചിരിക്കും. അതുകൊണ്ട് എന്തെന്ന് പറയാം? അതിനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. നേരെ മറിച്ച് 180 ഡിഗ്രിയിലാണെങ്കിൽ ഇയും ഇലക്ട്രിക് ഫീൽഡും പിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് ഇയും പിയും ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും സെയിം ഡയറക്ഷനിൽ ആകാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്ത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇതേ അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ടോ ഈക്വൽ ടു 0 എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. മേ ഓർ മേ നോട്ട് ബി 0. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ഇരിക്കുന്ന സമയത്ത് 0 ആണ്. പക്ഷേ സ്ലൈറ്റായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ ടോയുടെ വാല്യൂ മാറും ആണല്ലോ. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇവിടെ നമ്മൾ സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്താലും എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് കേസിൽ സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്താലും ഒറിജിനൽ പൊസിഷനിലേക്ക് വന്ന് ടോ ഈക്വൽ ടു എപ്പോഴും 0 ആയിട്ട് മാറും. ടോ ഈക്വൽ ടു മിനിമം വാല്യൂ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ തീറ്റ ഈക്വൽ ടു 0യിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിൽ നമ്മൾ എന്തെന്ന് പറയും? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഇനി ഇത്രയും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എൻട്രൻസ് എക്സാമിന് പ്രത്യേകിച്ചും കാണാറുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ഈക്വൽ ടു പി ക്രോസ് ഇ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പി ഇ സൈൻ തീറ്റ ആണ്. ഇനി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ടോർക്ക് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ ആൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതെപ്പോഴും ക്വസ്റ്റ്യൻ്റെ അത് ശ്രദ്ധിക്കണം, യൂണിഫോം ആണോ നോൺ യൂണിഫോം ആണോ എന്ന്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്താണ് ആദ്യം നമ്മൾ പഠിച്ചത്? എഫ് നെറ്റ് ഈക്വൽ ടു 0 ഓൾവേസ്. എപ്പോഴും ഓൾവേസ് എന്ന് തന്നെ പഠിച്ചു വെക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ തരുമ്പം അതിൻ്റെ അകത്ത് എഫ് നെറ്റ് ഈക്വൽ ടു 0 എന്നും കാണും, എഫ് നെറ്റ് ഈക്വൽ ടു 0 ഓൾവേസ് എന്നും കാണും. ഓൾവേസ് എന്നുള്ളതാണ് ആൻസർ. എഫ് നെറ്റ് ഈക്വൽ ടു 0 ഓൾവേസ്.
നെറ്റ് ടോർക്ക് ഈക്വൽ ടു എന്താണ്? പി ക്രോസ് ഇ ആണ്, ഈക്വൽ ടു എന്താണ്? പി ഇ സൈൻ തീറ്റ. പി ഇ സൈൻ തീറ്റ എപ്പോഴും പി ഇ സൈൻ തീറ്റ ആയിരിക്കുമോ? ആയിരിക്കില്ല. പി ഇ സൈൻ തീറ്റ ദാറ്റ് ഈസ് മേ ഓർ മേ നോട്ട് ബി 0. മേ ഓർ മേ നോട്ട് ബി 0. ടോർക്ക് ഈക്വൽ ടു 0 ആകുന്നപ്പോഴാണ് ടോർക്ക് ഈക്വൽ ടു 0 വെൻ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ആൻഡ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി തീറ്റ ഈക്വൽ ടു 0നെ നമ്മൾ എന്തെന്ന് പറയാം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണല്ലോ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം. തീറ്റ ഈക്വൽ ടു 0ൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, തീറ്റ ഈക്വൽ ടു 180ൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊക്കെയാണ്. ടോർക്ക് നെറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 ഓൾവേസ്. അതിൻ്റെ ടോർക്ക് നെറ്റിൻ്റെ വാല്യൂ പി ഇ സൈൻ തീറ്റ. ഇത് വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ടോർക്ക് നെറ്റ് ഈക്വൽ ടു പി ക്രോസ് ഇ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. അതിൻ്റെ വാല്യൂ മേ ഓർ മേ നോട്ട് ബി 0. ടോർക്ക് നെറ്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ടോർക്ക് നെറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ മേ ഓർ മേ നോട്ട് ബി 0. ടോർക്ക് ഈക്വൽ ടു 0 ആകുന്ന കണ്ടീഷൻ. ടോർക്ക് എപ്പോഴൊക്കെയാണ് 0 ആകുന്നത്? ടോർക്കിൻ്റെ വാല്യൂ എപ്പോഴും പി ഇ സൈൻ തീറ്റ അല്ല. ടോർക്ക് ചിലപ്പോൾ 0 ആകാം, ചിലപ്പോൾ പി ഇ ആകാം. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ പി ഇ ആകാം. തീറ്റ ഈക്വൽ ടു -270 ആകുമ്പോൾ മൈനസ് പി ഇ ആകാം. ടോർക്ക് ഈക്വൽ ടു 0യിൽ ഏതൊക്കെയാകാം? തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിൽ ടോർക്ക് 0 ആകാം. തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിലും ടോർക്ക് 0 ആകാം. അപ്പം ഇങ്ങനെ ടോർക്ക് ഈക്വൽ ടു 0 വെൻ തീറ്റ ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 0യെ നമ്മൾ പറയും ടോർക്ക് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഇൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ആൻഡ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രിയിൽ ഇലക്ട്രിക് ഡൈപോൾ ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി അടുത്തത്, ഇത് ഇത്രയും നമ്മൾ പഠിച്ചത് എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇനി ക്വസ്റ്റ്യൻ കാണാറുണ്ട്, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എഫ് നെറ്റ് ഈസ് ഈക്വൽ ടു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എഫ് നെറ്റ് ഈക്വൽ ടു മേ ഓർ മേ നോട്ട് ബി 0. മേ ഓർ മേ നോട്ട് ബി 0. ആൻഡ് ഓൾസോ ടോർക്ക് നെറ്റ് ഈക്വൽ ടു മേ ഓർ മേ നോട്ട് ബി 0. ടോർക്ക് നെറ്റ് ഈസ് മേ ഓർ may not be 0. In നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എഫ് നെറ്റ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി 0 ആൻഡ് ടോർക്ക് നെറ്റ് ഈസ് മേ ഓർ മേ നോട്ട് ബി 0. നേരെ മറിച്ച് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ എഫ് നെറ്റ് 0 ആണ്, ടോർക്ക് നെറ്റ് ഈസ് മേ ഓർ മേ നോട്ട് ബി 0. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന 2 പ്രോബ്ലം കൂടെ നോക്കാം. ഇതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ കഥ പോലെ ക്വസ്റ്റ്യൻ കാണും. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇലക്ട്രിക് ഡൈപോളുണ്ട്. ആ ഇലക്ട്രിക് ഡൈപോള് -q +q ആണ്. ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് സെൻറ്റർ, ദിസ് ഈസ് എ. This angle is 30 degree. Let this angle is 30 degree. പിന്നെ 30 ഡിഗ്രിയാണ്. അല്ല, ഇവിടെ തന്നെ നോക്കാം. ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഈ ചാർജിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. ചാർജിൻ്റെ മാസ്, 2 ചാർജിൻ്റെ മാസ് എങ്ങനെയാണ്? m ആണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അറ്റ് ദ moment dipole is released. Find angular acceleration. Angular acceleration symbol എന്താണ്? ആൽഫ. Angular acceleration of dipole. Just at the moment ഡൈപോൾ ഈസ് റിലീസ്ഡ്. ഡൈപോൾ ഇങ്ങനെ 30 ഡിഗ്രിയിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ജസ്റ്റ് പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ഡൈപോൾ.
നമുക്കറിയാവുന്ന റിലേഷൻ എന്താണ്? ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ടോർക്ക് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ആണ്. പി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു 2a ഇൻറ്റു ഈ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ 30. റൈറ്റ്. ടോർക്ക് എന്ന് പറയുന്നത് ക്യൂ 2a ഇ സൈൻ 30 എന്ന് കിട്ടി. ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2a ക്യൂ ഇ ഇൻറ്റു സൈൻ 30 ഈസ് 1/2. അപ്പം ടോർക്ക് നമുക്ക് കിട്ടി. നമുക്കറിയാം ടോർക്കും ആംഗുലാർ ആക്സലറേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടോർക്ക് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സലറേഷൻ ഐ ആൽഫ. ഇനി നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്നത് എന്താണ്? m1r1² പ്ലസ് m2 r2². ഇവിടെ m1 ഉം m2 തന്നിട്ടുണ്ട്, അത് m ആണ്. r1 എന്ന് പറയുന്നത് എന്താണ്? a² പ്ലസ് ma² ഈക്വൽ ടു 2ma². അപ്പം നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആൽഫയാണ് കണ്ടെത്തേണ്ടത്. അപ്പം ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫയും ടോർക്ക് ഈക്വൽ ടു 2a QE ഇൻറ്റു ഹാഫ് എന്നും പറഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും. എങ്ങനെ കണ്ടെത്താം? ടോർക്കിന് പകരം നമ്മൾ ഐ ആൽഫ എന്ന് കൊടുക്കുക. ഐ എന്ന് പറയുന്നത് എന്താണ്? 2ma². ദാറ്റ് ഈസ് 2ma² ഇൻറ്റു ആൽഫ. ഐ ആൽഫ. ഐയുടെ സ്ഥാനത്ത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സ്ഥാനത്ത് 2ma² ആൽഫ അതേപടി ഇട്ടു. അതെന്ന് പറയുന്നത് എന്താണ്? ടോർക്കാണ്. ആ ടോർക്ക് ഞാൻ ഈ സൈഡിൽ എഴുതി. ഈക്വൽ ടു അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പം 2a QE ഇൻറ്റു ഹാഫ്. ഈ ഹാഫും ഈ ടൂവും കൂടെ ഈ ടൂവും കൂടെ പോയി. പിന്നെയുള്ള എന്താണ്? ഒരു എയും ഈ എയും കൂടെ കളയാം. പിന്നെ മിച്ചം ഈ സൈഡ് QE ഉണ്ട്, ഇവിടെ 2ma ഉണ്ട്, പിന്നെ ആൽഫ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ആൽഫ എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു QE ഡിവൈഡഡ് ബൈ 2ma. QE ഡിവൈഡഡ് ബൈ 2ma. ദിസ് ഈസ് ദ ആംഗുലാർ ആക്സിലറേഷൻ. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് അറ്റ് ദ മൊമെൻറ്റ് ദ ഡൈപോൾ ഈസ് റിലീസ്ഡ്, വാട്ട് ഈസ് ദ ആംഗുലാർ ആക്സിലറേഷൻ ഓഫ് ദ ഡൈപോൾ? ആൽഫ ഈക്വൽ ടു QE ഡിവൈഡഡ് ബൈ 2ma. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അവിടെ ഒരു ഡൈപോൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ ഡൈപോൾ. ഇതെന്ന് പറയുന്നത് -q, ഇവിടെയുള്ള ചാർജ് +q. ഇത് സെൻറ്റർ ഓഫ് ദ ഡൈപോൾ O. ദിസ് ഈസ് എ, ദിസ് ഈസ് എ. ഇതിൻ്റെ മാസ്സാണ്, ഈ ചാർജിൻ്റെ മാസ്സാണ് m. രണ്ടിൻ്റെയും ചാർജിൻ്റെ മാസ്സാണ് m. എന്നാൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഇതേ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ് ആണല്ലോ. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് എങ്ങനെ പറയാം? ഇയുടെയും പിയുടെയും ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലാണ്. പിയും ഇയും ഒരേ ഡയറക്ഷനിലാണ്. തീറ്റ ഈക്വൽ ടു 0 or 180? 0 ഡിഗ്രി. 0 ഡിഗ്രിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആണല്ലോ. 180 ഡിഗ്രിയിലല്ലോ. 180 ഡിഗ്രി ആയിരുന്നുവെങ്കിൽ പി തിരിഞ്ഞു വരണമായിരുന്നു. പിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അതിനെ നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താണ്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് വി ഡിസ്പ്ലേസ് ഡൈപോൾ slightly from stable equilibrium, position, it will oscillate with small frequency. Small frequency. Find time period of oscillation. Find time period of oscillation. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഈ ഡൈപോൾ ഇരിക്കുകയാണ്. അതായത് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിലാണ്. ഇലക്ട്രിക് ഫീൽഡും പിയും ഒരേ ഡയറക്ഷനിലാണ്. ഇതിനെ സ്ലൈറ്റായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്.
ഇലക്ട്രിക് ഡൈപോളിനെ സ്ലൈറ്റായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. സ്ലൈറ്റായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പം എന്താണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു ഡൈപോളിനെ സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഓസിലേറ്റ് ആണല്ലോ. ഇതെന്താണ്, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാനെങ്കിൽ ഇത് ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ ഇതിലേക്ക്, ഇതാണ് സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രിക് ഡൈപോൾ. അതിനെ സ്ലൈറ്റായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനെ അലൈൻ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് പെട്ടെന്ന് ഈ ഡയറക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സ്മോൾ ഓസിലേഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഒരു സ്മോൾ ഓസിലേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ ഓസിലേഷൻ്റെ ടൈം പീരീഡ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്താം. നമുക്കറിയാം റീസ്റ്റോറിങ് ടോർക്ക്, ഇതിലുണ്ടാകുന്ന റീസ്റ്റോറിങ് ടോർക്കിൻ്റെ വാല്യൂ ടോർക്ക് ഈക്വൽ ടു PE sin θ ആണ്. ഈ തീറ്റ വാല്യൂ വളരെ 0 അല്ല, 0 ആയിരിക്കുമ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും. 0യേക്കാളും ഇച്ചിരി ഒരു മാറ്റം വരും, ചെറിയൊരു വാല്യൂ. അതായത് തീറ്റ ഈക്വൽ ടു സ്മോൾ ആയിരിക്കും. തീറ്റ ഈക്വൽ ടു സ്മോൾ മീൻസ് സൈൻ തീറ്റ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഈക്വൽ ടു PE തീറ്റ എന്ന് എഴുതാം ആണല്ലോ. നമ്മൾ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് and acceleration is equal to minus omega square x എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ അത് നമ്മൾ ടൈം പീരീഡാണ് കണ്ടെത്തേണ്ടത് ആണല്ലോ. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x, ഫോഴ്സ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അതിനെ നമ്മൾ ആംഗുലർ അതായത് റൊട്ടേഷണൽ മോഷനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഫോഴ്സിന് പകരം ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംഗുലർ, ഇതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, സാധാരണ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ടോർക്ക് ആകുമ്പോൾ എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ദാറ്റ് ഈസ് മൈനസ് തീറ്റ. അതുപോലെ തന്നെ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇത് റൊട്ടേഷണൽ മോഷനിൽ, ഇത് ട്രാൻസ്ലേഷൻ, ഇത് റൊട്ടേഷണൽ മോഷൻ, ഇത് ട്രാൻസ്ലേഷൻ മോഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം ടോർക്കിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ടോർക്ക് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആൽഫ ആണല്ലോ. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പം I alpha equal to PE theta. I equal to alpha equal to minus omega square theta. Minus omega square theta equal to PE. ഇവിടെ ഫോഴ്സ് ഈസ് PE തീറ്റയാണ് ആണല്ലോ. അപ്പോൾ PE ഇവിടെ എന്താണ്, മൈനസ് തീറ്റ. ടോർക്കിൻ്റെ വാല്യൂ PE തീറ്റ ആണ്. ടോർക്ക് ഈക്വൽ ടു ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് തീറ്റ. ദെർഫോർ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ദെർഫോർ മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഈ മൈനസും പോയി, മൈനസ് തീറ്റ ക്യാൻസലായി പോയി. പിന്നെ എന്താണുള്ളത്, ഒമേഗ സ്ക്വയർ ഈക്വൽ ടു PE ബൈ I ആണല്ലോ. PE ബൈ ഇനി അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് PE ബൈ I, റൈറ്റ്. PE ബൈ T ഈക്വൽ ടു 2π ബൈ ഒമേഗ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് T ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് I ബൈ PE. Therefore ടൈം പീരീഡ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് I ബൈ P. I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. ടൈം പീരീഡ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് I ബൈ P. ഒന്നുമില്ല, സിമ്പിൾ. ടോർക്ക് ഈക്വൽ ടു PE സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ സ്മോൾ ആണ്, സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളതെന്ന് ക്വസ്റ്റ്യൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീറ്റയുടെ വാല്യൂ സ്മോൾ ആകുമ്പം സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ പഠിക്കുന്ന ഒരു റിലേഷനാണ്. അപ്പം ടോർക്ക് ഈക്വൽ ടു PE തീറ്റ എന്ന് എഴുതി. ഇനി നമുക്കറിയാം സ്മോൾ ഓസിലേഷൻ്റെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അവിടെ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു -x ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സും ആണ്. അപ്പം ടോർക്ക് ഈക്വൽ ടു എനിക്ക് എന്തെഴുതാം, മൈനസ് തീറ്റ എന്ന് എഴുതാം. ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. ഇത് റൊട്ടേഷണൽ മോഷൻ, ഇത് ട്രാൻസ്ലേഷൻ മോഷൻ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നുകൂടെ എഴുതിയേക്കാം. ടോർക്ക് ഈക്വൽ ടു
പി ഇ മൈനസ് തീറ്റ എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? മൈനസ് തീറ്റയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് മൈനസ് തീറ്റയാണ്, മൈനസ് എക്സ് ആണ്. ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. അതുകൊണ്ട് തീറ്റ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഞാൻ എന്തെന്ന് എഴുതുന്നു? മൈനസ് തീറ്റ എന്ന് എഴുതുന്നു. അപ്പം ടോർക്ക് എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ആൽഫയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിലുള്ള റിലേഷൻ വരുന്ന ടോർക്ക് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സിലറേഷൻ. അപ്പം ഈ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് എഴുതുന്നു, ഇക്വേറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ഐ ആൽഫ ഈക്വൽ ടു പി ഇ മൈനസ് തീറ്റ. ആൽഫ എന്ന് പറയുന്ന ആംഗുലാർ ആക്സിലറേഷനാണ്, അതിൻ്റെ റിലേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ. ഐ ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു പി ഇ മൈനസ് തീറ്റ. ഇതിൻ്റെ ഈ മൈനസ് തീറ്റ ക്യാൻസലായി പോകുമ്പം ഒമേഗ സ്ക്വയർ ഈക്വൽ ടു പി ഇ ബൈ ഐ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒമേഗ കണ്ടെത്താൻ റൂട്ട് ഓഫ് പി ഇ ബൈ ആണല്ലോ. ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ. നമുക്ക് ടൈം പീരീഡിൻ്റെ റിലേഷൻ ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ, ജനറൽ റിലേഷൻ. എന്നാൽ ടി ഈക്വൽ ടു 2π ഇൻറ്റു ഒമേഗയുടെ വാല്യൂ ആണ് ഈ കിട്ടിയത്, അത് ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ റൂട്ട് ഓഫ് ഐ ബൈ പി. ഒമേഗ താഴെയാണ് കിടക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഈസ് ദ ആൻസർ. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻസറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്.